നമ്മളെ തന്നെ വിളിക്കുന്നത് പുതിയ നിയമ ക്രിസ്തീയ കൂട്ടായ്മ എന്നാണ്. ഈ രണ്ട് വാചകങ്ങളും പ്രധാനപ്പെട്ടതാണ്. നാം പലപ്പോഴും പുതിയ നിയമത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരീസന്മാരും അതുപോലെ കുഞ്ഞുങ്ങളും നമ്മൾ ഈ പുതിയ നിയമത്തിന് കീഴിലായിരിക്കുന്നതിൻ്റെ പദവിയും ബഹുമാനവും എന്താണെന്ന് തിരിച്ചറിയണം. ഈ സഭയിലായിരിക്കുന്നതിൻ്റെ അല്ല, പുതിയ നിയമത്തിലായിരിക്കുന്നതിൻ്റെ. ഈ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ദൈവവചനത്തിൻ്റെ പല ഭാഗത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വേദപുസ്തകത്തിൻ്റെ 3/4 ഭാഗവും പഴയ നിയമമാണ്. ഏതാണ്ട് 25% പുതിയ നിയമമുള്ളൂ. എന്നാൽ അത് ഒരു ചരിത്രമാണ്. എന്നാൽ നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പം അതിൻ്റെ 1-ാമത്തെ താളിൽ തന്നെ ഇത് എത്ര പ്രാവശ്യം എടുത്തു പറയാനും എനിക്ക് മടിയില്ല. കാരണം ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം 16 കൊല്ലത്തോളം എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ആരും എന്നെ ഇത് കാണിച്ചു തന്നില്ല. നിങ്ങൾ പഴയ നിയമത്തിൻ്റെ 3/4 ഭാഗവും വായിച്ചതിന് ശേഷം പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വരുമ്പം അതിൻ്റെ 1-ാമത്തെ താളിൽ തന്നെ ഇപ്രകാരം പറയുന്നു. അത് യേശുവിനെ പറ്റിയാണ്. 1-ാമത്തെ താളിൽ അവൻ്റെ പേര് പറയുന്നുണ്ട്. എന്നാൽ ആ പേരിൻ്റെ അർത്ഥം ഈ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കതറിയാമോ? അത് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ദൂതൻ യോസെഫിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ മറിയ ഒരു മകനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് വിളിക്കണം. കാരണം ഇംഗ്ലീഷിൽ അത് FOR എന്നാണ്. എന്ന് പറഞ്ഞാൽ കാരണം. എന്തുകൊണ്ടാണ് യേശു എന്ന് നിങ്ങൾ വിളിക്കുന്നത്? കാരണം പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പറയാത്ത ഒരു കാര്യം അവൻ ചെയ്യും. അത് 4000 വർഷമായിട്ട് ആർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ അവൻ്റെ ജനത്തെ രക്ഷിക്കും, നരകത്തിൽ നിന്നല്ല. അനേകരും പ്രസംഗിക്കുന്ന യേശു നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ്. നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ലെന്ന്? മുഴുവൻ ദൈവവചനം നിങ്ങൾ വായിച്ചു നോക്കുക. യേശു നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വാക്യമില്ല. അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ്. നിങ്ങൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾ നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ല. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. അതുകൊണ്ട് യേശു എന്ന പേരിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം രക്ഷിതാവെന്നാണ്. എന്തിൽ നിന്നുള്ള രക്ഷ? നിങ്ങളുടെ പാപങ്ങളിൽ നിന്നുള്ള രക്ഷ. അതാണ് പുതിയ നിയമത്തിൻ്റെ 1-ാമത്തെ താളിൽ തന്നെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ നിങ്ങളെ മറ്റൊരു ഉദാഹരണം കാണിക്കാം. എബ്രായ ലേഖനം 11ഉം 12ഉം അധ്യായങ്ങൾ. ഞാനിത് വളരെ ഊന്നി പറയുന്നതിന് കാരണം 47 കൊല്ലമായിട്ട് എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ ഊന്നൽ ഈ കാര്യത്തിലാണ്. അതിന് ഒരു കാരണമുണ്ട്. അതിതാണ്, ഞാൻ വീണ്ടും ജനിച്ച ശേഷവും അനേക വർഷങ്ങൾ എൻ്റെ ജീവിതം തോൽവി അടഞ്ഞതായിരുന്നു. മറ്റനേക വിശ്വാസികളെ പോലെ എൻ്റെ ജീവിതവും ഒരു പരാജയമായിരുന്നു. പുറമേ എനിക്കൊരു നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ചിന്തയിൽ, കോപത്തിൽ, നിരാശപ്പെടുന്നതിൽ, കുറ്റബോധത്തിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, മറ്റുള്ളവരെ വിധിക്കുന്നത്, മറ്റാളുകളെ ഗൗരവമായിട്ട് എടുക്കാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ, കുറ്റം പറയുന്നത്, ദോഷം പറയുന്നത്, അനേക ക്രിസ്ത്യാനികൾ ഇതൊരു ഗൗരവമുള്ള കാര്യമായി കരുതുന്നില്ല. ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുറമേ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായിരുന്നു. ഇത് ഒരു പാപമാണെന്ന് മനസ്സിലാക്കാനായിട്ട് അനേക വർഷങ്ങൾ എനിക്ക് വേണ്ടി വന്നു. യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്നാൽ പിന്നെ ദൈവവചനം വായിക്കുന്നിടത്തൊക്കെ ഞാനിത് കാണാൻ തുടങ്ങി. നമുക്ക് എബ്രായർ 11 പോകാം. ഈ ഭാഗം എനിക്ക് ജീവനുള്ള ഒരു കാര്യമായിട്ട് മാറി. ഈ ലേഖനം എഴുതിയത് അത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ഓർക്കുന്നു, 48 വർഷം മുമ്പ് കർത്താവ് എന്നെ പ്രത്യേക തരത്തിൽ തൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചപ്പം ഞാൻ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ പുതിയ നിയമം എനിക്കൊരു പുതിയ പുസ്തകമായി തീരണം. ഇതിനു മുമ്പ് 16 കൊല്ലം ഞാൻ ഈ പുസ്തകം വായിക്കുമായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ ആത്മാവുകൊണ്ട് നിറച്ചപ്പോൾ ഇതൊരു പുതിയ പുസ്തകമായി. എന്നെ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ശരിക്കും ആത്മാവുകൊണ്ട് നിറഞ്ഞെങ്കിൽ
മുമ്പ് നിങ്ങൾ ഒരിക്കലും കാണാത്ത കാര്യങ്ങൾ ദൈവവചനത്തെ നിങ്ങൾ കാണും. അങ്ങനെയായിരുന്നു എനിക്ക്. പരിശുദ്ധാത്മാവിൻ്റെ കണ്ണ് തുറന്നതിന് ശേഷമാണ് ഇന്ന് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്. എബ്രായ ലേഖനം 11-ാം അധ്യായം വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് മുഴുവനും പഴയ നിയമമാണ്. ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള പുറമേയുള്ള കാര്യങ്ങളാൽ വെല്ലുവിളിക്കപ്പെടുന്നെങ്കിൽ അവൻ പുറമേയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകും. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ച് വിശ്വാസമുള്ള ചിലർക്കാണ്. എന്നാൽ അവരുടെ വിശ്വാസം മറ്റൊരു തരത്തിലുള്ളതായിരുന്നു. പഴയ നിയമ വിശ്വാസം അത് ചെങ്കടലിനെ പിളർക്കാനുള്ള വിശ്വാസമാണ്. എരിഹോ മതിൽ ഇടിക്കുന്ന വിശ്വാസം, 100 വയസ്സുള്ളപ്പോൾ ഒരു മകൻ ജനിക്കുന്ന വിശ്വാസം, എല്ലാം മനോഹരമായ കാര്യങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം അവസാനം നാം വായിക്കുന്നത് 40-ാം വാക്യത്തെ നിങ്ങൾ വായിക്കുന്നത് ദൈവം നമുക്ക് നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു എന്നാണ്. എന്താണ് ആ നല്ലത്? എബ്രായർ 11 എഴുതിയിരിക്കുന്ന എല്ലാ കാര്യത്തെക്കാളും മെച്ചപ്പെട്ട ഒന്ന്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, നിങ്ങളെ ആശ്ചര്യപ്പെടുന്ന ഈ കാര്യത്തിനെല്ലാം അപ്പുറത്ത് ദൈവം മെച്ചപ്പെട്ട ഒരു കാര്യം നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അമാനുഷികമായ കാര്യങ്ങൾ കാണാനാണ് ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടം. രോഗസൗഖ്യം, ഈ രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നിടത്താണ് വലിയ ആൾക്കൂട്ടം വരാറുള്ളത്. എന്നാൽ 99.9% ആളുകൾ സൗഖ്യപ്പെടുന്നില്ല. അതൊരു തട്ടിപ്പാണ്. രോഗസൗഖ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലല്ല. അതല്ല പ്രധാനപ്പെട്ട കാര്യം. പാപത്തെ ജയിക്കുന്നതിനെ പറ്റി നാം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചാൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരികയില്ല. ക്രിസ്ത്യാനികൾ പോലും രോഗശാന്തി പറയുന്നിടത്ത് പോകും, എന്നാൽ പാപത്തെ ജയിക്കണമെന്ന് പറയുന്നിടത്ത് അവർ പോകുകയില്ല. ഇവിടെ അമാനുഷികമായ കാര്യങ്ങൾ നടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അവരവിടേക്ക് പോകും. എബ്രായർ 11 അമാനുഷിക കാര്യങ്ങളാണ് മുഴുവനും പറയുന്നത്. എന്നാൽ അതിൻ്റെ അവസാന വാക്യം പറയുന്നത് ഇതിലും മെച്ചപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ഉണ്ടെന്നാണ്. ഇങ്ങനെ അമാനുഷിക കാര്യങ്ങൾ കാണുന്നതിൽ തൃപ്തനാകാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ മെച്ചപ്പെട്ട കാര്യം? ഇവിടെ അവൻ ആദ്യം പറയുന്നത് പാപത്തെ പറ്റിയാണ്. 11-ാം അധ്യായത്തിൽ എങ്ങും പാപത്തെപ്പറ്റി പറയുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു പറഞ്ഞ ഉടനെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യേശുവിനെ നോക്കാനാണ്. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യത്തെക്കാളും മെച്ചപ്പെട്ടത് ഇതാണെന്ന്. എബ്രായർ 11 എഴുതിയിരിക്കുന്ന എല്ലാത്തിനേക്കാളും മെച്ചപ്പെട്ടത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിലും നല്ലത്, ചെങ്കടൽ പിളർത്തുന്നതിനേക്കാൾ, എല്ലാത്തിനേക്കാളും പഴയ നിയമത്തിൽ ആരെ അനുഭവിച്ച ഏത് കാര്യത്തെക്കാളും വളരെ മെച്ചപ്പെട്ടത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ എബ്രായർ 11 അവനെക്കുറിച്ച് പറയുന്നില്ല, അത് സ്നാപക യോഹന്നാനാണ്. മത്തായി 11 യേശു അത് പറയുന്നുണ്ട്. യേശുവിൻ്റെ ആ സമയം വരെ ജീവിച്ചിരുന്ന ഏത് മനുഷ്യനേക്കാളും വലിയവൻ അത് യോഹന്നാൻ സ്നാപകനായിരുന്നു. അവനെ ഇവിടെ പരാമർശിക്കുന്നില്ല, കാരണം അവനൊരു അത്ഭുതം ചെയ്തില്ല. എന്നാൽ അവൻ മാനസാന്തരം പ്രസംഗിച്ചു. എന്നാൽ മത്തായി 11 യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനാണ് പഴയ നിയമത്തിൽ ജീവിച്ച ഏറ്റവും വലിയ മനുഷ്യനേക്കാൾ വലിയവനെന്ന്. യോഹന്നാൻ സ്നാപകനേക്കാൾ നിങ്ങളെ വലുതാക്കുന്ന ആ കാര്യം എന്താണ്? അതിനൊരു കാരണമേ ഉള്ളൂ. യോഹന്നാൻ സ്നാപകന് പാപത്തിന്മേൽ ജയം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ചിന്തയിൽ അവൻ ഒരിക്കലും വ്യഭിചാരം ചെയ്തില്ല, പണത്തിന് പിന്നാലെ ഒരിക്കലും പോയില്ല, അവൻ ഒരിക്കൽ പോലും സ്ത്രീകളെ മോഹിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോയില്ല, മനുഷ്യൻ്റെ മാനം ആഗ്രഹിച്ചില്ല. അനേക ക്രിസ്ത്യാനികളും ഇതിന് പിന്നാലെ പോകുന്നവരാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അവൻ ലോകത്തിൻ്റെ മാനം ആഗ്രഹിച്ചില്ല, ലോകത്തെ സമ്പത്തോ അതിൻ്റെ മൂല്യങ്ങളെ ഒന്നും. പിന്നെ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് അവനേക്കാൾ വലിയവനാകുന്നത്? അത് ഒരു കാര്യത്തിൽ മാത്രമാണ്, പാപത്തിൻ്റെ ആ മേഖല. അതിവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന യോഹന്നാൻ സ്നാപകന് തൻ്റെ ആന്തരിക ജീവിതത്തിൽ പാപത്തെ ജയിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനും തൻ്റെ ആന്തരിക ജീവിതത്തിൽ പാപത്തെ ജയിക്കാൻ കഴിയുമായിരുന്നില്ല. ഇവിടുന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ, നിങ്ങളുടെ ചിന്താ ജീവിതത്തിൽ പാപത്തെ ജയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ പുതിയ നിയമ ക്രിസ്തീയ ഫെലോഷിപ്പിലാണെന്ന് നിങ്ങൾ പറഞ്ഞാലും നീ ആളുകളെ വഞ്ചിക്കുകയാണ്. നിന്റെ ബാഹ്യജീവിതം യോഹന്നാൻ സ്നാപകനേക്കാൾ മെച്ചപ്പെട്ടതാണോ?
കുറവില്ലാത്തൊരു ബാഹ്യജീവിതം അവനുണ്ടായിരുന്നു. അവനേക്കാളും നമുക്കങ്ങനെ മെച്ചപ്പെടാൻ കഴിയും? അതിനുള്ള ഒരേ ഒരു സാധ്യത, അവനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആന്തരിക ജീവിതം നമുക്ക് സാധ്യമാണ്. മറ്റൊരു വഴിയുമില്ല. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. അതിതാണ് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാൻ കഴിയും. എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കിക്കൊണ്ട് 2-ാം വാക്യം. അതുകൊണ്ട് ഇതാണ് ഏറ്റവും മനോഹരമായ കാര്യം. നമുക്ക് പുതിയ നിയമത്തിലൊരു മാതൃകയുണ്ട്. ഉപദേശം മാത്രമല്ല, ഒരു മാതൃക. പാപത്തിനെതിരെയുള്ള അനേക ഉപദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം, ദൈവവചനം ശക്തിയോടെ പ്രസംഗിക്കുന്ന പ്രസംഗകരിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ആ മാതൃക കാണുന്നതുവരെ, ആ മാതൃകയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നതുവരെ. എൻ്റെ ജീവിതത്തിൽ അത് സത്യമായിരുന്നു. യേശുവിനെ എൻ്റെ മാതൃകയായിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തിൽ എനിക്ക് ജയം കിട്ടി തുടങ്ങിയത്. ഈ യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിശാച് പലപ്പോഴും എന്നെ തടഞ്ഞുകൊണ്ടിരുന്നു. അവൻ എപ്പോഴും പറയും യേശു ദൈവമായിരുന്നു. എനിക്കറിയാം അവൻ ദൈവമാണെന്ന്, ഞാൻ അവനെ ആരാധിക്കുന്നു. എന്നാൽ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ അവനൊരു ദൈവമായാണ് ജീവിച്ചത്. അവൻ ദൈവമായി ലോകത്ത് ജീവിച്ചുകൊണ്ട് എനിക്കൊരിക്കലും അങ്ങനെ ജീവിക്കാൻ കഴിയില്ല, കാരണം ഞാൻ ദൈവമല്ല. എന്നാൽ ഒരു ദിവസം ഇത് കാണാനായിട്ട് ദൈവം എൻ്റെ കണ്ണ് തുറന്നു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് 100% ഒരു മനുഷ്യനെ പോലായിരുന്നു. ഞാൻ പരീക്ഷിക്കപ്പെടുന്നത് പോലെ എല്ലാ കാര്യത്തിലും യേശുവും എന്നെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. അത് എത്ര പ്രാവശ്യം പറയാനും എനിക്ക് മടിയില്ല, കാരണം അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. അതുവരെയും എപ്പോഴും എൻ്റെ പാപത്തിന് എനിക്കൊരു ഒഴിവുണ്ടായിരുന്നു. എന്തുകൊണ്ട് യേശു പാപം ചെയ്തില്ല? അവൻ ദൈവമായിരുന്നു. നീ എന്തുകൊണ്ടാണ് പാപം ചെയ്തത്? ഞാനൊരു മനുഷ്യനാണ്. എന്നാൽ യേശു എന്നെപ്പോലെ ആയിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പാപത്തിന് ഒഴിവില്ലാതായി. അവനൊരു മനുഷ്യനായിരുന്നു. മനുഷ്യനായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ കാര്യത്തിലും അവനും പരീക്ഷിക്കപ്പെട്ടു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന അതാണ്. 15-ാമത്തെ വാക്യം. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല, എന്നാൽ സർവത്തിലും നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന പോലെ തന്നെ. ഏത് പരീക്ഷയിലാണ് നിങ്ങൾ നിരന്തരമായിട്ട് തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്? യേശുവും ആ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടു. നിരാശയാണോ? കോപമാണോ? നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതാണോ? മറ്റുള്ളവരെ ചെറുതായി കാണുന്നതോ മറ്റുള്ളവരെ വിധിക്കുന്നതോ? അതെന്തുമാകട്ടെ, ഒരിക്കലും ക്ഷമ ചോദിക്കാത്തതോ? യേശുവിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം അവൻ പാപം ചെയ്തില്ല. എന്നാൽ നമ്മൾ ക്ഷമ പറയണം. സർവത്തിലും അവൻ നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നു ഇത് യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന മാത്രമാണെന്ന്. അല്ല. അതുകൊണ്ട് എന്താണ് ഈ സത്യം മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അടുത്ത വാക്യം, അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. പഴയ നിയമത്തിൽ അതിന് കഴിയുമായിരുന്നില്ല, കാരണം അവർക്കൊരു മാതൃകയില്ലായിരുന്നു. അവരെ പോലെ തന്നെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരാൾ അവരുടെ മുന്നിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരാളുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. ഒരു മനുഷ്യനായി യേശു അടുത്ത് ചെന്ന അതേ ആ കൃപാസനത്തിലേക്ക് അവനവിടുന്ന് കൃപ ലഭിച്ചു. എന്നാൽ നമുക്ക് കരുണയും കൃപയും വേണം. കരുണയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല പാപത്തിൻ്റെ ക്ഷമ. യേശുവിനത് വേണ്ടായിരുന്നു, കാരണം അവൻ്റെ ജീവിതത്തിൽ പാപമില്ലായിരുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ആ കൃപ, അതാണ് യേശുവിനും കിട്ടിയത്. അങ്ങനെയാണ് അവൻ ജയിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം അവൻ നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് നമ്മളും ആ കൃപാസനത്തിലേക്ക് ചെന്ന് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ സഹായിക്കുന്ന ആ കൃപ പ്രാപിക്കണം. അതാണ് ആ തക്ക സമയം. പണം വേണ്ടിയ തക്ക സമയമല്ല. ഇവിടെ പറയുന്ന ആ സാഹചര്യം നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന സമയത്തെ പറ്റിയാണ്.
ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഗൗരവതരമായി നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ, ശരിക്കും ഗൗരവമുണ്ടെങ്കിൽ, വെറുതെ യേശുവിനെ അനുഗമിക്കുന്ന പാട്ട് പാടുന്നവനല്ല. ഇങ്ങനെ പല കാര്യങ്ങളും വർഷങ്ങളായി നിങ്ങൾ പാടുന്നുണ്ടാവും, എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. ഈ യേശുവിനെ നിങ്ങൾ അനുഗമിക്കുന്നുണ്ടോ? കൂട്ടായ്മ വന്ന് പാട്ട് പാടുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ യേശുവിനെ അനുഗമിക്കുമെന്ന് പാടുമ്പോൾ പ്രാഥമികമായിട്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോഴാണ് അവനെ അനുഗമിക്കേണ്ടത്. ഈ പാട്ട് പാടുന്ന ഏതെങ്കിലും സഭയിലുള്ളവരോട് നിങ്ങൾ ചോദിക്കൂ, ആ പാട്ട് പാടി കഴിയുമ്പോൾ, സഹോദര നീ ഇപ്പോൾ പാടിയതെന്താ? യേശുവിനെ എവിടെയാണ് നീ അനുഗമിക്കുന്നത്? അതിലൊരാൾ പോലും ഇങ്ങനെ പറയില്ല, പാപത്തെ ജയിക്കുന്നവരാണ് ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത്. ഇല്ല, അർത്ഥമില്ലാതെയാണ് അനേകരും പാട്ടുകൾ പാടുന്നത്. ദൈവം എന്നെ കാണിച്ച മറ്റൊരു കാര്യമാണിത്. നിനക്കൊരു ട്യൂൺ ഇഷ്ടമാണ്, ഒരു പാട്ട് നിനക്കറിയാം, അതുകൊണ്ടാണോ നീ പാടുന്നത്? ഉദാഹരണത്തിന്, ഇന്ന് നമ്മൾ ധാരാളം പാട്ടുകൾ പാടി. അതിൽ ചില പാട്ടുകളിൽ നമ്മൾ യേശുവിനെ കാണാനിടയായി. നിങ്ങൾക്കറിയാമല്ലോ, ചിലത് കർത്താവ് നമുക്ക് ചെയ്തതിനെ പറ്റി പൊതുവായിട്ട് പാടുന്ന പാട്ടുകളാണ്. ചില പാട്ടുകൾ യേശുവിനെ കാണാൻ നമ്മെ സഹായിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന ആ പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ട് പാടുമ്പോൾ യേശു നമ്മുടെ മധ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ അവനോട് സംസാരിക്കുകയാണോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊരിടത്തേക്ക് നോക്കി മറ്റു പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കുകയില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, അല്ല. എന്ന പല പാട്ട് പാടുമ്പോഴും അങ്ങനെയാണ്. എനിക്കങ്ങനെ അറിയാം, കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു അനേക വർഷങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് സുപരിചിതമായൊരു പാട്ട് പാടുമ്പോൾ യേശു അവിടെ ഉണ്ടെന്നുള്ള സുബോധത്തോടെ അല്ല ഞാൻ പാടിയത്, അവനോടാണ് ഞാൻ സംസാരിക്കുന്നുള്ള ബോധ്യം. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാതെ മറ്റെവിടെങ്കിലും നോക്കി നിങ്ങളോട് സംസാരിച്ചാൽ അത് എത്ര മോശപ്പെട്ട ഒരു കാര്യമായിരിക്കും. അനേക വർഷങ്ങൾ ഇങ്ങനെ ഞാൻ ദൈവത്തെ അപമാനിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെയാണ് മറ്റേത് ദിവസത്തേക്കാൾ കൂടുതൽ ഞാൻ ദൈവത്തെ അപമാനിച്ചിട്ടുള്ളത്. കാരണം ഞാൻ അവനെ നോക്കുകയോ അവനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടായിരുന്നില്ല അത് ചെയ്തത്. വളരെ മനോഹരമായിട്ടുള്ള പല പാട്ടുകൾ പാടിയപ്പം ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു. ആരോടാണ് ഇത് പറയുന്നത്? നാം ശൂന്യതയെ നോക്കിയാണ് ഇത് പറയുന്നത്. കാരണം യേശുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അവൻ പറഞ്ഞു 2 3 പേര്, 50 60 അത് മറന്നു കളയുക. 2 ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പം അവൻ അവരുടെ മധ്യമുണ്ട്. റോമൻ കത്തോലിക്കനായ ഒരു സന്യാസി ദൈവത്തിൻ്റെ സാന്നിധ്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കത്തോലിക്ക സഭയിലുള്ള ചില വിശുദ്ധന്മാർ പ്രൊട്ടസ്റ്റൻ്റുകാരായ പലരെക്കാളും ദൈവസാന്നിധ്യത്തെപ്പറ്റി അറിവുള്ളവരാണ്. അവരെ കന്യക മറിയാമിനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആ തെറ്റായ ഉപദേശങ്ങൾ മറന്നു കളയുക. നാം മനഃപൂർവ്വമായിട്ട് യേശുവിനോട് സംസാരിക്കാനായിട്ടുള്ള ഉത്കടമായ ആഗ്രഹം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ. ഉദാഹരണത്തിന്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതുപോലെ സഹോദരിമാർക്കും, നിങ്ങൾ കർത്താവിനോട് സംസാരിക്കാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അവനവിടെ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പുതുതായി വിവാഹം കഴിച്ച 2 പേരെ കുറിച്ച് ചിന്തിച്ചു നോക്കി. അവർ രാവിലെ ഉണർന്നാൽ ഉടനെ മറ്റേ ആളെ കുറിച്ച് ചിന്തിക്കും. മറ്റാരും ആ വീട്ടിലില്ല. ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് ഇതുപോലെ ആകണം. ദൈവവചനം പറയുന്നു നാം അവൻ്റെ കാന്തയാണെന്ന്. കാന്തയും ഭാര്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ദിവസം നാം അവനെ വിവാഹം കഴിക്കും. അത് സംഭവിക്കുന്ന വെളിപാട് പുസ്തകം 21 ആ ദിവസം ഇതുവരെ വന്നിട്ടില്ല. നാം ഇന്നവൻ്റെ ഭാര്യയല്ല, നാം അവൻ്റെ കാന്തയാണ്. അതുകൊണ്ട് അവനെപ്പറ്റി ഞാൻ അധികം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഭ്രാന്തമായിട്ട് തൻ്റെ കാന്തനെ സ്നേഹിക്കുന്ന ഒരു കാന്തയെപ്പോലെ ആ വിവാഹ നാളിനായിട്ട് കാത്തുകൊണ്ട്, ഭ്രാന്തമായിട്ട് തൻ്റെ കാന്തനെ അനേക നാളുകളായിട്ട് കാത്തിരിക്കുകയാണ്. അവനെ വിവാഹം കഴിക്കുന്ന ആ നാളിനായിട്ട് കാത്തുകൊണ്ട് എന്തായിരിക്കും ഉണർന്നാൽ ഉടനെ അവൾ ചിന്തിക്കുന്നത്? തൻ്റെ കാന്തനെ പറ്റി. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം അത് പാട്ടുകൾ പാടുന്നതല്ല, എല്ലാ മീറ്റിങ്ങിലും കൃത്യമായിട്ട് വരുന്നതുമല്ല.
നിങ്ങളിൽ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളണം ദൈവവചനം പറയുന്നു. പാപം ചതിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യത്തിലാണ് നാം അന്യോന്യം ദിനം തോറും പ്രബോധിപ്പിക്കേണ്ടത്? ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കൂടുതൽ കൂടുതൽ അറിയുന്നവരായിരിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ കൂടുതൽ കൂടുതലായിട്ട് അത് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കുന്ന ആ വിധത്തെ തന്നെ അത് വ്യത്യാസപ്പെടുത്തും. അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് ശരിക്കും കർത്താവ് നിങ്ങളുടെ ഭവനത്തിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. നിങ്ങളുടെ ആ മുറിയിൽ തന്നെ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ഇത് എന്നെ സഹായിച്ചു. എൻ്റെ നാവിനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല, നിരാശപ്പെടുന്ന എൻ്റെ ഈ ജഡത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. അധൈര്യത്തിൽ നിന്ന് ഗുരുതരമല്ലാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതിരിക്കാൻ. ഗൗരവമില്ലാത്ത 101 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതൊന്നും പാപകരമല്ല. അത് നമ്മളെ നിരാശപ്പെടുത്താം, നമ്മുടെ ഉത്സാഹത്തെ ചോർത്തിക്കളയാം. നമ്മുടെ ഒരു ദിവസം പൂർണ്ണമായിട്ടും ഇത് കാരണം നമുക്ക് നഷ്ടപ്പെടും. യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം, ആ കൃപാസനത്തിലേക്ക്. ഞാൻ വിശ്വസിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പാപത്തെ ജയിക്കുന്ന നമ്മുടെ ഈ പോരാട്ടത്തിൽ ഞാൻ ഈ ദൈവവചനം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എൻ്റെ ഉത്തരം ദൈവവചനത്തിലാണ്. എന്താണ് പാപത്തിൻ്റെ വ്യക്തമായ നിർവചനം? എനിക്ക് പല നിർവചനങ്ങളും അറിയാം. ദൈവവചനത്തിൽ അത് പലതരത്തിൽ നിർവചിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് റോമാലേഖനം 14 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 23-ാമത്തെ വാക്യം, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. അതൊരു ഉയർന്ന നിലവാരമാണ്. വിശ്വാസമെന്ന് പറയുന്ന ദൈവത്തിലുള്ള ആശ്രയമാണ്. അത് ഇപ്രകാരമാണ്: ദൈവത്തിൽ ആശ്രയമില്ലാതെ ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് പാപത്തിലാണ്. ഒരുപക്ഷെ എനിക്കതേക്കുറിച്ച് ബോധ്യമില്ലായിരിക്കും. നിങ്ങൾക്കറിയാം, വൃത്തിഹീനമായ ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ ദുർഗന്ധത്തെക്കുറിച്ച് അവർക്ക് ബോധമില്ല. കുറച്ചുകൂടെ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്ക് അവരുടെ അടുക്ക വരുമ്പം തന്നെ ആ ദുർഗന്ധം അവർക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ അവൻ ആ ദുർഗന്ധത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. കാരണം അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ചിന്തിക്കുന്നു ഇതുപോലെ തന്നെയാണ് നമ്മളും. വിശ്വാസമില്ലാതിരിക്കുന്നത് പാപമാണെന്നറിയാതെ ഇരിക്കും, നമ്മുടെ ദുർഗന്ധത്തെക്കുറിച്ച് ബോധമില്ലാതെ. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ അവരാരും ഈ നിരന്തര ദൈവാശ്രയത്തിലല്ല ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ച് പാപം, കൊലപാതകം ചെയ്യുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ അത് പഴയ നിയമമാണ്. 10 കൽപ്പന അനുസരിച്ചാണ് മിക്ക ക്രിസ്ത്യാനികളും ജീവിക്കുന്നത്. 10 കൽപ്പനയ്ക്ക് കീഴിലാണ് അവർ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നത് പാപം എന്താണെന്ന് യേശു പറഞ്ഞ നിലവാരത്തിലല്ല. അതുകൊണ്ട് പാപത്തെപ്പറ്റി പുതിയ നിയമം എന്ത് പറയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കണ്ടു അവിശ്വാസം പാപമാണ്. അതുപോലെ 1 യോഹന്നാൻ 2-ാം അധ്യായം 1 യോഹന്നാൻ 3-ാമത്തെ വാക്യം, ന്യായപ്രമാണത്തിനെതിരായിട്ട് ചെയ്യുന്നതാണ് പാപം. പാപം അധർമ്മം തന്നെ. ഇവിടെ ഒരു ന്യായപ്രമാണം തന്നിട്ടുണ്ട്, അതനുസരിക്കാതിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുകയാണ്. അത് പാപമാണെന്ന് എനിക്കറിയാമായിരുന്നിട്ടും ഞാനത് ചെയ്യുന്നതാണ്. ഞാൻ പാപത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് നാം പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവമായിട്ട് ചെയ്യുന്ന പാപത്തെ പറ്റിയാണ്. ഇത് തെറ്റാണെന്ന് എനിക്കറിയാം. ഇത് തെറ്റാണെന്ന് എൻ്റെ ഹൃദയത്തിലുള്ള ന്യായപ്രമാണം എന്നോട് പറയുകയാണ്. എന്നിട്ടും ഞാനത് ചെയ്തു. അത് പാപമാണ്. എന്നാൽ മറ്റൊരു തരത്തിലുള്ള പാപത്തെക്കുറിച്ച് യാക്കോബ് 4 പറയുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ, ക്ഷമിക്കണം, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ. ക്ഷമിക്കണം, ഇത് അതേ കാര്യം തന്നെയാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം, എന്നിട്ട് ഞാനത് ചെയ്തില്ല. അത് പാപമാണ്.
ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ അങ്ങനെ തന്നെ സംസാരിച്ചു. ഭർത്താവിനോ ഭാര്യയോടോ ആരോടെങ്കിലും അങ്ങനെ സംസാരിച്ചപ്പോൾ അത് പാവമാണ്. ശരിയായ കാര്യം എന്താണെന്ന് അവനറിയാം. അവനറിയത്തില്ലെന്നല്ല, എന്താണ് ശരിയായി ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നിട്ടും അത് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉയർന്ന മറ്റൊരു നിർവചനമുണ്ട്. നമുക്കറിയാവുന്ന പാപങ്ങളുണ്ട്, പാപമാണെന്ന് നമുക്ക് അറിയാത്ത പാപങ്ങളുമുണ്ട്. എന്നാൽ പാപത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിർവചനം അത് ഞാൻ മനസ്സിലാക്കിയിട്ട് റോമാലേഖനത്തിലാണ്. ഞാനിത് അന്വേഷിച്ച് പോകാനുള്ള കാരണം, പാപം ചെയ്യാതിരിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യരുതെന്ന് എനിക്ക് മനസ്സിലാവും. പാപം ചെയ്യരുത് എന്ന കാര്യത്തിൽ ഞാൻ ഗൗരവമുള്ളവനാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു രാജ്യത്ത് പോയി അവിടുത്തെ ഒരു നിയമവും തെറ്റിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഇടത് വശത്തോടാണ്, എന്നാൽ ഇവിടെ നിങ്ങൾ വലതുവശത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിയമം തെറ്റിക്കുന്നവരാകും. അതുകൊണ്ട് ഇവിടുത്തെ നിയമം എന്താണെന്ന് നിങ്ങൾ അറിയണം. എന്താണ് പാപം? ഇവിടെ റോമാലേഖനം 3:23 വായിക്കുന്നത്, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് പാപത്തിൻ്റെ ഏറ്റവും നല്ല നിർവചനമെന്ന്. ഈ പുതിയ നിയമത്തിൽ വേദപുസ്തകം മുഴുവനും അത് ദൈവ തേജസ്സിൽ കുറവുള്ളതായി തീരുന്നതാണ്. അതാണ് പാപം. അറിയാതെ ചെയ്തതോ അറിഞ്ഞു ചെയ്തതോ അതെല്ലാം ഈ നിർവചനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിലാക്കാനുള്ള എൻ്റെ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് ദൈവത്തിൻ്റെ തേജസ്? അനേകം വർഷങ്ങൾ ഞാൻ ചിന്തിച്ചു അതേതോ വലിയൊരു പ്രകാശമാണെന്നാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ആലയത്തിൽ വരുന്നത്, ദൈവത്തിൻ്റെ മഹത്വം വായിക്കുന്ന എല്ലാ സമയത്തും ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമായിരുന്നു, അതൊരു തീയുടെ വെളിച്ചം പോലെ. ഞാൻ അതേപ്പറ്റി അന്വേഷിച്ച് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അതാണോ അത് അർത്ഥമാക്കുന്നത്? അതൊരു പഴയ നിയമ കാഴ്ചപ്പാടാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 99% ക്രിസ്ത്യാനികളും പറയുന്ന ഈ ഉത്തരം തന്നെയായിരിക്കും. ഈ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാനായിട്ട് അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും മെനക്കെട്ട് കാണുകയില്ല. സ്കൂളിലായിരുന്നപ്പം കുഞ്ഞുങ്ങളോട് ഞാൻ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം നിങ്ങൾക്കറിയാത്ത ഒരു പദം കണ്ടാൽ നിങ്ങളുടെ ബുക്ക് താഴെ വെച്ച് നിങ്ങളൊരു ഡിക്ഷണറി എടുത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനെപ്പോഴും അങ്ങനെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തിയത്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോഴും ചെയ്യാറുള്ളത്. ഏതെങ്കിലും ഒരു ലേഖനത്തിലെ ഒരു വാക്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആ വാക്യം അറിയില്ലെങ്കിൽ ഞാൻ ആ ലേഖനം മടക്കി വെച്ച് ഞാൻ ദൈവവചനത്തിൽ പോയി അത് നോക്കും. അങ്ങനെയാണ് ഞാൻ വേദപുസ്തകം പഠിച്ചത്. ദൈവവചനം പഠിക്കണമെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യണം. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾക്കറിയാത്ത ഒരു വാക്ക് കണ്ടാൽ ഒരു ഡിക്ഷണറി എടുക്കുക. ഇന്ന് അതിനൊട്ടും പ്രയാസമില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാൽ മതി. ദൈവം ഇത് കാണുമ്പോൾ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് വലിയ പരിജ്ഞാനമില്ലെങ്കിലും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾക്ക് ദൈവവചനം വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവും. ഇംഗ്ലീഷ് മെച്ചപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരികയില്ല. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്. അത് ഞാൻ പഠിച്ചത് പഴയ നിയമത്തിൽ നിന്നല്ല. മറ്റൊരു നിർവചനം ഞാൻ യോഹന്നാൻ 1 കണ്ടു. യോഹന്നാൻ 1-ാം അധ്യായം. ദൈവത്തിൻ്റെ തേജസ്സിനെ ഇവിടെ വിവരിച്ചിരിക്കുന്ന ഒരു വലിയ വെളിച്ചമായിട്ടല്ല, വളരെ വിഭിന്നമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്ന പോലെ. യോഹന്നാൻ 1:14 വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. 1-ാം വാക്യത്തിൽ വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. അത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. അവനിൽ ഞങ്ങൾ പിതാവിൻ്റെ തേജസ് കണ്ടു. ദൈവത്തിൻ്റെ ആ തേജസ് ഞങ്ങൾ യേശുക്രിസ്തുവിൽ കണ്ടു. അത് സന്തുലിതമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞത്. യേശുവിൻ്റെ ജീവിതം സന്തുലിതമായിരുന്നു, കൃപയും അതുപോലെ കാർക്കശ്യവും. ഒന്നു മാത്രമല്ല, രണ്ടും ഉണ്ടായിരുന്നു. കാർക്കശ്യം മാത്രമല്ല, കൃപ മാത്രവുമല്ല. അവന് ഈ കൃപ മാത്രമല്ല, സത്യവും ഉണ്ടായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഞാൻ കണ്ടു ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതമാണ്. അവൻ അങ്ങനെ ജീവിച്ചു. അങ്ങനെ പാപത്തിൻ്റെ നിർവചനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, എല്ലാവരും പാപം ചെയ്തു, അവർ യേശുവിനെ പോലല്ല ജീവിക്കുന്നത്. അതാണ് പാപത്തിൻ്റെ നിർവചനം. ആ നിലവാരത്തിൽ കുറവുള്ളവരായി.
ആ നിലവാരം എനിക്ക് മനസ്സിലായപ്പം ഞാൻ പറഞ്ഞു, ശരി, ആ നിലവാരത്തിലേക്ക് ഞാൻ എത്തണം. അത് സാധ്യമാണോ? നമ്മളത് എബ്രായ ലേഖനം 4 വായിച്ചു. നാം ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. അവിടുന്ന് നാം പരീക്ഷിക്കപ്പെടുമ്പം സഹായത്തിനുള്ള കൃപ നമുക്ക് പ്രാപിക്കാൻ കഴിയും. എനിക്ക് മനസ്സിലായി ഞാൻ പരാജയപ്പെടാനുള്ള കാരണം, അത് ഞാൻ പരീക്ഷിക്കപ്പെടുമ്പം ആ തക്ക സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കൃപ ചോദിക്കുന്നില്ല. എനിക്ക് തന്നെ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ എങ്ങനെയാണ് അവർ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചത്. സങ്കീർത്തനം 119 ഇങ്ങനെയാണ് പഴയ നിയമത്തിൽ അവർ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചത്. സങ്കീർത്തനം 119 11 വാക്യം. ഇത് ദാവീദാണ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ആ വചനം 10 കൽപ്പനയാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ ദാവീദ് 10 കൽപ്പന ലംഘിച്ചു. അവൻ വ്യഭിചാരം ചെയ്തു. ആ വ്യഭിചാരം മറച്ചു വയ്ക്കാനായിട്ട് അവൻ കൊലപാതകം ചെയ്തു. അത് ശരിക്കും അവനെ സഹായിച്ചില്ല. അവനാണ് ഇത് എഴുതിയത്. അവനിത് എഴുതിയെങ്കിലും എന്നാൽ അവൻ തന്നെ പിന്നെ അതിൽ തോറ്റുപോയി. ഞാൻ ദാവീദിനെ വിധിക്കുന്നില്ല, കാരണം അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല. അവന് മാതൃകയായിട്ട് യേശു ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവനുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ആ കാലത്ത് അങ്ങനെ ആയിരുന്നു. ദൈവവചനം പറയുന്നവർ ഓർത്തിരിക്കാനായിട്ട് ശ്രമിച്ചു. പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറമേയുള്ള കാര്യങ്ങളായിരുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ കോപിക്കരുതെന്ന് പഴയ നിയമത്തിൽ ഒരു വാക്യവും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല. കോപിക്കരുത് എന്ന് പറയുന്ന ഒരു 11-ാമത്തെ കൽപ്പനയില്ല. നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കരുതെന്ന് പറയുന്ന 12-ാമത്തെ ഒരു കൽപ്പനയില്ല. അതൊന്നും അവിടെ കാണാൻ കഴിയില്ല. കാരണം അത് അവർക്ക് അസാധ്യമായിരുന്നു. അവർക്കൊരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ വചനം സംഗ്രഹിച്ച് പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചത്. ദൈവവചനം പഠിച്ച് അവൻ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. ഇത് ആ പുറമേ ഉള്ള 10 കൽപ്പനയുടെ കാര്യമാണ് പറയുന്നത്. അതായിരുന്നു അന്ന് ദൈവത്തിൻ്റെ നിലവാരം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സത്യസന്ധമായിട്ടും പറയുക, ഇതാണോ നിങ്ങളുടെ നിലവാരവും? നിങ്ങളെങ്ങനെയാണ് ഈ സഭയിൽ വരുമ്പം നിരന്തരമായിട്ട് പാപം ചെയ്യരുത് എന്നും പാപത്തിൽ നിന്ന് ദൂരെ നിൽക്കണമെന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപത്തിൻ്റെ നിലവാരം എന്താണ്? അത് യേശുവിൻ്റെ ജീവിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പം നിങ്ങൾക്ക് പാപത്തോടുള്ള മനോഭാവം പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ നിസ്സഹായരായി തീരുകയും ചെയ്യും. നിങ്ങൾ പറയും, കർത്താവേ, ഈ ജീവിതം ജീവിക്കാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ രക്ഷയുടെ ആ ദിവസം. നിങ്ങൾക്ക് ഈ ജീവിതം ജീവിക്കാൻ കഴിയില്ലെന്നറിയുന്ന ആ ദിവസം. അതായിരുന്നു എൻ്റെ രക്ഷയുടെ ദിവസം. എനിക്കിതിന് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ദിവസം. എത്രമാത്രം നല്ല തീരുമാനങ്ങൾ ഞാൻ എടുത്താലും, എത്ര ശക്തമായിട്ടുള്ള സുവിശേഷം കേട്ട് എത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചാൽ പോലും, ഒരു ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ എനിക്ക് വളരെ ഉത്സാഹം തോന്നി, അല്ലെങ്കിൽ ഞാൻ കേട്ട ഒരു സന്ദേശം എന്നെ വെല്ലുവിളിച്ചു, ഇതൊന്നും എന്നെ സഹായിക്കില്ല. എല്ലാ ദിവസവും ഒരു പുതിയ സന്ദേശം ഞാൻ കേട്ടുകൊണ്ടിരുന്നാലും അതും എന്നെ സഹായിക്കത്തില്ല. അനേകർ എഴുതാറുണ്ട്, സാഗ്ബറെ, അങ്ങയുടെ സന്ദേശം എന്നെ വളരെയധികം ഉത്സാഹിപ്പിച്ചു. ചിലർ പറയും, അങ്ങയുടെ സന്ദേശം എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയും, അതൊന്നും സഹായിക്കത്തില്ല. നീ വെല്ലുവിളിക്കപ്പെടുന്നതുകൊണ്ട് കാര്യമില്ല. നിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനായിട്ട് നീ അനുവദിക്കുന്നില്ലെങ്കിൽ, കർത്താവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ആ ജീവിത മാതൃക നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, എന്നിട്ട് ആ കൊമ്പ് നിസ്സഹായതയോടെ വൃക്ഷത്തെ ആശ്രയിക്കുന്ന പോലെ ആശ്രയിക്കുന്നില്ലെങ്കിൽ, അതാണ് ഏറ്റവും നല്ല ഉദാഹരണം. ആ മരവും ആ കൊമ്പും. ഞാൻ ആ വൃക്ഷത്തിൽ നിരന്തരം നിലനിൽക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. 50 കൊല്ലത്തെ എൻ്റെ അനുഭവം എന്നെ സഹായിക്കുകയില്ല. അതിൽ നിന്ന് ഞാൻ മാറിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിരന്തരമായിട്ട് കർത്താവിൽ ആശ്രയിക്കുക. അതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. ഞാൻ എൻ്റെ മനസ്സിൽ നിരന്തരമായിട്ട് ചിന്തിക്കുകയാണ്. ഞാനൊരു ബുക്കിൽ വായിച്ചതുപോലെ എല്ലാ 15 മിനിറ്റിലും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി ചിന്തിക്കുക. ഇതെല്ലാം മനഃശാസ്ത്രത്തിൻ്റെ ടെക്നിക്കുകളാണ്. അതാണ് അതിൻ്റെ രഹസ്യമെങ്കിൽ ദൈവവചനത്തിൽ എവിടെങ്കിലും പറയത്തില്ലേ, ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ ദൈവ സാന്നിധ്യത്തെപ്പറ്റി ചിന്തിക്കുക. അല്ല, ഈ കൊമ്പ് എല്ലാ 15 മിനിറ്റിലും വൃക്ഷത്തോട് ചേർന്നിരിക്കുകയാണോ? അല്ല, അതെപ്പോഴും അവിടെ തന്നെയാണ്. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കൊമ്പ് വൃക്ഷത്തിൽ വസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു ഫലവും അത് പുറപ്പെടുവിക്കുകയില്ല. നിങ്ങൾക്കും അതിന് കഴിയില്ല. നിരന്തര ജയത്തിൻ്റെ ഒരു ജീവിതം എനിക്ക് വേണമെങ്കിൽ
എൻ്റെ സംസാരത്തിൽ, എൻ്റെ ചിന്തയിൽ, ആളുകളോട് ഞാൻ സംസാരിക്കുന്നതിൽ, പ്രത്യേകിച്ച് വീട്ടിൽ നിൻ്റെ വിവാഹ പങ്കാളിയോട് നീ ഇടപെടുന്നതിൽ, എല്ലാ ദിവസവും നിങ്ങളുടെ മക്കളോട് സംസാരിക്കുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപത്തിന്മേൽ ജയം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്, തമ്മിൽ സംസാരിക്കുന്നത്, ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് ജയമാണെന്ന് ആഗ്രഹിക്കുന്നു ആ കാര്യത്തിൽ, അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമാകാം, നിങ്ങളുടെ ചുറ്റും അവിശ്വാസികളാണ്, ഒരുപക്ഷെ സഭയിൽ നിങ്ങൾക്ക് നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് പാപം ചെയ്താൽ അവിടെ ആർക്കും എന്നെ അറിയില്ല, അവിടെ സഭയിലുള്ള ആരുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഗൗരവമുള്ളവനാണെങ്കിൽ നിങ്ങൾ പറയും, ദൈവമേ, ഇതെന്നെ കൊണ്ട് അസാധ്യമാണ്. ആ അറിവ് പരിശുദ്ധാത്മാവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ തള്ളിക്കൊണ്ടു പോകും. അനേകർ ചോദിക്കാറുണ്ട്, എങ്ങനെ എനിക്ക് പരിശുദ്ധാത്മാവെന്ന് അറിയാൻ കഴിയും? യേശു ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ദാഹിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെൻ്റെ അടുക്കൽ വരട്ടെ. ആ ദാഹം ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ എന്നാണ്. അത് ഒരു ചെറിയ ആഗ്രഹമല്ല. ശരി, കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ വീട്ടിൽ പാപത്തെ ജയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു, എൻ്റെ വീട്ടിൽ കൂടുതൽ സമാധാനം ഉണ്ടായതിന്, അങ്ങനെയുള്ള ഒരു ആഗ്രഹമല്ല. അനേക ദിവസങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാത്ത ഒരു മനുഷ്യൻ, അവൻ വിശപ്പും ദാഹം കൊണ്ട് മരിക്കാൻ പോവുകയാണ്. ആ ദാഹത്തെ പറ്റിയാണ് പറയുന്നത്. പട്ടിണിയിലാണ്, അവൻ നിലവിളിക്കുകയാണ്, എനിക്കല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണം, നാളുകളായി ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചിട്ട്, ദാഹം കൊണ്ട് ഞാൻ മരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു ദാഹമാണ്. ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അവരെൻ്റെ അടുത്ത് വരട്ടെ എന്ന് യേശു പറഞ്ഞു. നിങ്ങളുടെ അന്തർഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നദികൾ ഒഴുകും. എനിക്ക് 100% ഉറപ്പാണ്, ഇപ്രകാരമുള്ളൊരു ദാഹമാണ് ജയകരമായ ജീവിതത്തിന് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നത്. നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റി, എൻ്റെ ശുശ്രൂഷ അത് വ്യത്യാസപ്പെടുത്തി. മുമ്പ് ഞാൻ ജീവിച്ച ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് എന്നെ അത് പൂർണ്ണമായിട്ടും വ്യത്യാസപ്പെടുത്താനിടയായി. അതിനർത്ഥം ഞാൻ പൂർണ്ണമായിട്ടും യേശുവിനെ പോലെ ആയെന്നല്ല. അല്ല, ഞാൻ യേശുവിനെ പോലെ അല്ലെന്നുള്ള ബോധ്യം എനിക്ക് കൂടുതലായിട്ടുണ്ടായി. ഈ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പം ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ എത്ര ദൂരെയാണെന്ന് നിങ്ങളെ അവൻ മനസ്സിലാക്കി തരും. കാരണം മുമ്പ് നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ദൈവം നിങ്ങളെ കാണിക്കും. നിങ്ങളൊരു പുതിയ ലോകത്തിലേക്ക് കടക്കും. ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത്. മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു ശിശുവായിരുന്നു ഞാൻ. എനിക്ക് ചുറ്റുമുള്ള ആ ഗർഭപാത്രം മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. എനിക്ക് എൻ്റെ കണ്ണ് കാണാം, ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം, പക്ഷേ ഞാനൊരു ചെറിയ ചുറ്റുപാടിലാണ്. എന്നാൽ ഒരു ദിവസം ഞാൻ ജനിച്ചപ്പം ഞാൻ ഒരു പുതിയ ലോകത്തിലേക്ക് വന്നു. ഇങ്ങനൊരു ലോകത്തെപ്പറ്റി മുമ്പ് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവിൽ നാം നിറയുമ്പം ഏതാണ്ട് ഇതുപോലെയാണ്. പാപത്തെപ്പറ്റിയുള്ള നമ്മുടെ തിരിച്ചറിവ് ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ശിശുവിനെ പോലെയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആ മേഖല മാത്രമാണ്. ഇത് പാപമാണ്. അത് ലോകത്തിൽ മാന്യനായി ജീവിക്കുന്ന ഒരാൾ കാണുന്ന പാപം മാത്രമാണ്. എന്നാൽ ദൈവം നമ്മുടെ കണ്ണ് തുറന്നു കഴിയുമ്പം ആ കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ചതുപോലെയാണ്. ഇത്രയും വലിയൊരു ലോകമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പാപം വളരെ വളരെ വലിയൊരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ്. അത് എന്നെ നിരാശപ്പെടുത്തത്തില്ല. അത് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവിൽ നമ്മൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങും. എപ്പോഴും നാം അവനിൽ ആശ്രയിക്കും. അതാണ് വിശ്വാസ ജീവിതം. ഇതാണ് ദൈവവചനം പറയുന്ന വിശ്വാസ ജീവിതം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുക മാത്രമല്ല, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ജീവിതം ആരെങ്കിലും നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തലയിൽ കൈവയ്ക്കുന്നത് ശരിയാണ്. ഒരു വരം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തീമോത്തിയോസിൻ്റെ തലയിൽ പൗലോസ് കൈവച്ചു. അത് പാപത്തിന്മേൽ ജയം കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല. അതൊരു ശുശ്രൂഷയ്ക്കായിട്ട് തീമോത്തിയോസിനെ ഒരുക്കി. ശരി, അങ്ങനെ സംഭവിക്കാം. സഭയിലുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ അതിനുവേണ്ടി ആളുകളുടെ മേലെ കൈവച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ അതൊരിക്കലും പാപത്തിന്മേലുള്ള ജയത്തിന് വേണ്ടിയല്ല. പാപത്തെ ജയിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ പുതിയ നിയമത്തിന് ഒരു വിലയുമില്ല. ഞാൻ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. ക്ഷമിക്കണം, 2 വാക്യങ്ങൾ. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യം റോമാലേഖനം 6 കാണാൻ കഴിയും.
14 വാക്യം. പാപം നിങ്ങളിൽ വ്യക്തമായ ഒരു പ്രസ്താവനയാണിത്. കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കർത്തൃത്വം നടത്തരുതെന്നല്ല. പല ആളുകളും പ്രസംഗിക്കാറുണ്ട്, പാപം നിങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തരുത്. നല്ലത്. ഒരു പരിധിവരെ അതവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തരുത്. എന്നാൽ ഈ വാക്യം അങ്ങനെയല്ല പറയുന്നു. ഇതൊരു കൽപ്പനയല്ല. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തരുത്, അതൊരു കൽപ്പനയാണ്. ഞാൻ പറയും, കർത്താവേ, ഇങ്ങനെയുള്ള കൽപ്പന എനിക്ക് തരരുത്, എനിക്കതിന് കഴിയില്ല. കർത്താവ് പറയും, ഞാൻ നിനക്കൊരു കൽപ്പനയല്ല, ഒരു വാഗ്ദാനമാണ് തന്നിരിക്കുന്നത്. അതല്ലേ കുറച്ചുകൂടെ നല്ലത്? പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. കർത്താവേ, അത് എത്ര നല്ല കാര്യമാണ്. ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പാപം നിൻ്റെ മേൽ കർത്തൃത്വം നടത്തരുതെന്നല്ല, പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, എങ്ങനെ കർത്താവ് ഇത്? ഞാൻ നിനക്ക് എൻ്റെ കൃപ തരും, ഞാൻ നിന്നെ കൃപയുടെ അടിയിലേക്ക് കൊണ്ടുവരും. അതാണ് ആ വാക്യം പറയുന്നത്. നീ ന്യായപ്രമാണത്തിന് കീഴിലാണോ ജീവിക്കുന്നത്? ഞാൻ പറയും, 10 കൽപ്പനയ്ക്ക് കീഴിലല്ല ഞാൻ. എന്നാൽ നീ നിനക്ക് തന്നെ ചില പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിതത്തെപ്പറ്റി ഈ NCCFന് ചില നിലവാരമുണ്ട്. അത് 10 കൽപ്പനയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്. ഞങ്ങൾ ഇത് ചെയ്യത്തില്ല, ഞങ്ങൾ അത് ചെയ്യത്തില്ല, മറ്റേ കാര്യം ചെയ്യത്തില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾ പാലിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സാക്ഷ്യമുണ്ട്. NCCFലുള്ള നല്ലൊരു സഹോദരനും നല്ലൊരു സഹോദരി. ദൈവത്തിന് മുമ്പാകെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നീ ഒരു നല്ല സഹോദരനാണെന്ന് ഈ സഭയിലുള്ളവർ പറയുന്നതിൽ നീ സന്തുഷ്ടനാണോ? വളരെ നന്നായിട്ട് വചനം പങ്കുവയ്ക്കാൻ നിനക്കറിയാമായിരിക്കും. ആളുകളിൽ മതിപ്പുളവാക്കുന്ന നല്ല ചിന്തകൾ. അവർ പറയും, ഓ, ആ സഹോദരൻ പറഞ്ഞ ആ സന്ദേശം അതെത്ര അനുഗ്രഹമായിരുന്നു. എൻ്റെ സഹോദര സഹോദരി, ഇതിനെല്ലാം മരിക്കുക. ഇതിനൊരു പരിഹാര മാർഗമേ ഉള്ളൂ, മരിക്കുക. ഈ സഭയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്കുള്ള ആ മാനത്തിന് നിങ്ങൾ മരിക്കുക. ഒരു മരിച്ചവനെ പോലെ ആയിരിക്കുക. എൻ്റെ മനസ്സിലുള്ള ചിത്രം ഇതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളിവിടെ മരിച്ചു കിടക്കുകയാണ്. പിന്നെ ഈ ലോകത്തിലുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളത് എൻ്റെ വിഷയമാണോ? ഞാൻ പറയും, കർത്താവേ, എന്നെ അതുപോലെ ആക്കണേ. എനിക്ക് അങ്ങയുടെ മുമ്പാകെ ജീവിക്കണം. ലോകത്തിന് മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾ, അവനെന്താ എന്നെപ്പറ്റി ചിന്തിക്കുന്നു? അതുമാത്രമേ കാര്യമായിട്ടുള്ളൂ. ഇവിടെ ഈ വാക്യം പറയുന്ന പോലെ പാപം നിങ്ങളുമേ കർത്തൃത്വം നടത്തത്തില്ല. കാരണം നിങ്ങൾ കൃപയ്ക്ക് അധീനരത്രേ. അതിൻ്റെ അർത്ഥം ഇതാണ്, എനിക്ക് കൃപ ലഭിക്കുന്നു. ഈ വർഷത്തിൽ വസിക്കുന്ന കൊമ്പിനെ പോലെ എനിക്ക് കൃപ ലഭിക്കുന്നു, കൃപ ലഭിക്കുന്നു. പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല. അതുകൊണ്ട് അതിലെനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. കൊമ്പിനിങ്ങനെ പ്രശംസിക്കാൻ കഴിയുമോ? ഞാൻ 20 ആപ്പിൾ സൃഷ്ടിച്ചു, ആ കൊമ്പിൽ 10 ഉണ്ടായുള്ളൂ. അങ്ങനെയെങ്കിൽ അത് യഥാർത്ഥ ആപ്പിളല്ല, വ്യാജമാണ്. യഥാർത്ഥ കൊമ്പ് ഒരിക്കലും പ്രശംസിക്കത്തില്ല. ആ വൃക്ഷത്തിൽ നിന്ന് ജീവരസം വരുന്നു. എത്ര ആപ്പിൾ ഉണ്ടാകണമോ അത്ര ആപ്പിൾ ഉണ്ടാകുന്നു. നിങ്ങൾക്കൊരിക്കലും പ്രശംസിക്കാൻ കഴിയില്ല. മറ്റൊരാൾ ചെയ്ത ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് കഴിയുമോ? മറ്റൊരാൾ ഉണ്ടാക്കിയ ഒരു കേക്ക് നിങ്ങളെല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടോ? എത്ര രുചിയുള്ള ഒരു കേക്ക്! അത് അദ്ദേഹം ഉണ്ടാക്കിയാണ്, ഞാനല്ല. ഇതുപോലെയാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഒരു പാപത്തെ ജയിച്ചതുകൊണ്ട് അതിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഒരിക്കൽ ആ കൃപയ്ക്ക് കീഴിലേക്ക് വന്നാൽ. കാരണം നിനക്കറിയാം, അതിന് കാരണം നീയല്ല. പല്ല് കടിച്ചുകൊണ്ട് നിങ്ങൾ പാപത്തിന്മേൽ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ശക്തമായ തീരുമാനത്താൽ നിന്നെ തന്നെ നീ നിയന്ത്രിച്ചുകൊണ്ട്. അത് ഹിന്ദുയിസമാണ്, അത് മനഃശാസ്ത്രമാണ്, യോഗയാണ്. ഞാൻ ഓർക്കുന്നു, ഇന്ത്യയിലുള്ള നമ്മുടെ സഭയിൽ വന്ന ഒരു സഹോദരനെ പറ്റി. അവൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഹിന്ദു ആയിരുന്നു. അവനന്ന് യോഗ ചെയ്യുമായിരുന്നു. അവൻ ഇങ്ങനെ പറഞ്ഞു, CFC വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കോപത്തിന്മേൽ ജയമുള്ളവനായിരുന്നു. ഒരു ഹിന്ദു ആയിരിക്കുമെന്ന് തന്നെ. യോഗ പഠിപ്പിക്കുന്നവർ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയാണ് നാവിനെ നിയന്ത്രിക്കേണ്ടതെന്ന്. അവൻ്റെ ഹൃദയത്തിലുള്ള കോപത്തിന്മേൽ അവന് ജയമില്ല. ഓ ഇല്ല, അതവൻ പഠിച്ചത് CFC വന്ന ശേഷമാണ്. എന്നാൽ അവൻ ഭാര്യയോട് വഴക്കുണ്ടായിരുന്നില്ല. ചിന്തിച്ചു നോക്കൂ, ഒരിക്കലും ഭാര്യയോട് വഴക്കുണ്ടാക്കാത്ത ഒരാൾ വളരെ നല്ലതാണ്. എന്നാൽ അത് ഹിന്ദുയിസമാണ്. അവനതുണ്ടായിരുന്നു. അവൻ സത്യസന്ധയോടെ പറഞ്ഞു, ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്കതുണ്ടായിരുന്നു എന്ന്. എന്നാൽ അവിടെ വന്ന ശേഷം അവന് മനസ്സിലായി, കോപമെന്ന് പറയുന്നത് വായിക്കൂടെ പറയുന്ന കാര്യം മാത്രമല്ല. സഭാപ്രസംഗം 7 വായിക്കുന്നത്
മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കാൻ പാടില്ല. പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. കാരണം നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത വാക്യം 1 പത്രോസ് 4-ാം അധ്യായത്തിൽ പാപത്തെ എങ്ങനെ ജയിക്കാമെന്ന് പറയുന്ന മറ്റൊരു വാക്യമാണ് നമ്മളിവിടെ കാണുന്നത്. റോമർ 6:14 പോലെ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? ഇതൊരു രോഗം ഉണ്ടാകുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിനെ പറ്റിയുമല്ല. കാരണം ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തെ പറ്റിയല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ സ്വയജീവിതത്തെ പറ്റിയാണ്. അതിനെയാണ് ദൈവവചനം ജഡമെന്ന് വിളിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ കഷ്ടത്തെ ഞാൻ മനഃപൂർവ്വമായിട്ട് അംഗീകരിക്കുകയാണ്. അത് പാപം ചെയ്യുന്നതെന്ന് എന്നെ രക്ഷിക്കും. പാപത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാമെന്ന് പറയുന്ന രണ്ടാമത്തെ വാക്യമാണിത്. റോമാലേഖനം 6:14 നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ ദൈവം എനിക്ക് കൃപ തരുന്നു. ഇവിടെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരായുധം പോലെ ഞാൻ ധരിക്കേണ്ട ഒരു കാര്യമാണ്. പാപത്തിനെതിരെയുള്ള ഒരായുധമാണിത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജഡത്തിലുള്ള കഷ്ടം അത് ഞാൻ സ്വയമായിട്ട് എൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കും. കാരണം അത് പാപം വിട്ടൊഴിയാനായിട്ട് എന്നെ പൂർണ്ണമായി സഹായിക്കും. അതുകൊണ്ടാണ് ഞാനിത് എന്താണെന്നറിയാൻ ആഗ്രഹിച്ച്, എന്താണ് ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ, കഷ്ടം നമ്മെ മരണത്തിലേക്ക് നടത്തും. ആ മരണമെന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ജഡത്തിൻ്റെ ആ പ്രതികരണമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ചില കാര്യങ്ങളിൽ അകപ്പെടുമ്പോൾ ആ പരീക്ഷ, അതൊരു പക്ഷേ ഒരശ്ലീല ചിത്രം കാണാൻ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോഴാകാം, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിച്ചതാകാം, അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജഡത്തെ പ്രകോപിപ്പിക്കും. എന്നാൽ അവിടെ ഞാൻ കഷ്ടം സഹിക്കാൻ തയ്യാറായാൽ, ഞാൻ മരിച്ചാൽ, അതിനെനിക്ക് സ്വയം കഴിയത്തില്ല, എനിക്ക് കൃപ വേണം. എന്നാൽ അതിനായിട്ട് നാം സഹകരിക്കണം. യേശു പറഞ്ഞു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് ഒരു നുകം നിൻ്റെ തോളിലും അടുത്ത നുകം എൻ്റെ തോളിലും എന്നിട്ട് യേശുവിനോട് കൂടെ ഞാൻ നടന്നാൽ എനിക്ക് ഒരു ജയാളിയാകാൻ കഴിയും. ഇത് നിങ്ങൾക്കിനിയും വ്യക്തമായില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ് അത് ചെയ്തതെന്ന്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സാക്പുനലിലൂടെ അല്ല കിട്ടേണ്ടത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവേ, ഈ സന്ദേശം കേട്ട് ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. നല്ലത്, ഇനിയും കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. എന്നിട്ട് അവനോട് ചോദിക്കുക. ഞാൻ പറയുന്നതിനേക്കാൾ 10 മടങ്ങ് നന്നായിട്ട് അവനത് പറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.